എൻ്റെ മാതാവേ, ഇത്രയും കാലം എന്നെയും എൻ്റെ ഈ കലാദർശിനിയെയും സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഇവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെയും ടീച്ചർമാരെയും പീഡന വീരന്മാരിൽ നിന്നും, പ്രത്യേകിച്ച് ഒളി ക്യാമറയിൽ നിന്നും സേവ് ചെയ്ത് അവരെ സൽസ്വഭാവികളും സദാചാര ബോധമുള്ളവരുമാക്കി തീർക്കണമേ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തമ്മിൽ പരസ്പരം സ്നേഹമല്ലാതെ പ്രേമമെന്ന വികാരം അവരുടെ മനസ്സിൽ പൊട്ടിമുളയ്ക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഫാദർ തറക്കണ്ടം, നീ നിന്റെ മക്കളെ അവിശ്വസിക്കരുത്. അവർ ദൈവത്തിന്റെ കുഞ്ഞാടുകളാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് നീ കേട്ടിട്ടില്ലേ? എന്ന് സ്വന്തം മേശിക്കൂട്ടാ. അങ്ങനെ കർത്താവിന്റെ സൗണ്ട് മനസ്സിലായി. നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. തുടങ്ങി വെച്ച സ്റ്റെപ്പ് പൂർത്തിയാക്കാതെ ഞാൻ വിടൂല. എനിക്ക് ഈ സ്റ്റെപ്പ് പഠിക്കണ്ട. അയ്യോ, അത് പറഞ്ഞാ പറ്റില്ല. ഈ സ്റ്റെപ്പ് പഠിച്ചാലേ മറ്റേ സ്റ്റെപ്പ് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല സ്റ്റെപ്പ് ആയിട്ട് കയറാൻ പറ്റുള്ളൂ. ശരിയാക്കി തരാം. എന്നാ പിന്നെ വേറെ സ്റ്റെപ്പ് കാണിച്ചു തരാം. ടൈറ്റാനിക് സ്റ്റെപ്പ്. കുട്ടി, എന്റെ ചിറകിൽ തലോടിക്കോളൂ. ചിറകോ? ഇത് തന്നെ, ഇത് ചിറക്. തലോടിക്കോളൂ. പിടക്കേന്ന് തലോടൂ. വരൂ, സമയങ്ങളല്ലേ. തലോടൂ. ആ പിശാച് അച്ഛൻ എന്നെ പെട്ടെന്ന് തലോടൂ. അങ്ങനെ മാന്താനല്ല, തലോടാൻ. പൊന്തണില്ല. കണ്ടപ്പോ ഇത്ര ഭാരം തോന്നിച്ചില്ലല്ല. എവിടെ നിന്നാണ് ഇത്ര ഭാരം നടത്തുന്നത്? എന്നാലും നല്ല സുഖമുണ്ട്. അച്ഛനായിരുന്ന വെറുതെ അല്ലേ പൊന്താത്ത? അല്ല, ഞാൻ നമ്മുടെ പ്രോഗ്രാമിന്റെ ബ്രേക്ക് ഡാൻസ് പറഞ്ഞു കൊടുക്കായിരുന്നു. അതേടാ, നിന്റെ ഈ ഞരമ്പ് രോഗം എനിക്ക് മനസ്സിലായി കൊച്ചാൻറ്റി. എന്താ അച്ചോ? നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ? വിടേണ്ടി വരില്ല അച്ചോ. ഞാൻ നന്നായച്ചോ. എങ്ങനെ? അച്ഛൻ എന്നെ ഉപദേശിച്ചില്ലേ, വെള്ളം അടിക്കരുത്, അന്യ സ്ത്രീകളെ നോക്കരുത്. എന്നിട്ട് ഞാനിതെല്ലാം നിർത്തിയച്ചോ. പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടതോ? അത് സ്റ്റെപ്പ് പഠിപ്പിച്ചല്ല അച്ചോ. എനിക്കില്ല അമ്മയും പെക്കന്മാരും. അച്ഛനെ വെറുതെ സംശയിച്ചു. പോട്ടെ കൊച്ചാൻറ്റി, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. പോട്ടെ. എനിക്ക് സഹിക്കില്ല. എന്താ എന്റെ കർത്താവേ. എന്റെ അച്ഛൻ പിച്ച തരാ സാർ. അരേ പിച്ച താ ചാര്, പശിക്കുത് ചാര്. ഇന്നത്തെ കണി ദാരിദ്ര്യം പിടിച്ച പിച്ചക്കാരനെയാണല്ലോ. ഇന്ന് മുഴുവൻ തറക്കണ്ട അച്ഛന്റെ മുമ്പിൽ വെറും തറയിട്ട് കൈ നീട്ടി നിൽക്കേണ്ടി വരുമല്ലോ. രാജി, രാജി, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തന്നെ സഹായിക്കണം ചാച്ചി. പോയിട്ട് പിന്നെ വാ. മതി സാറേ, നാങ്ക എപ്പോഴാ വരണേന്ന് എന്നോട് മൊബൈൽ വിളിച്ച് പറഞ്ഞാ മതി. മൈ നമ്പർ ഈസ് 9846. മതി. അവന്റെ അമ്മായിയോട് ഒരു മൊബൈലിൽ അപ്പോ സാർ മനുഷ്യന്മാരെ കണ്ടിട്ടില്ല.